ഇതുണ്ട്, ഈ പൂവിൽ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്ലവറാണ് ഇത്, ഡാഫഡിൽസ്. പക്ഷേ ഇതിൽ തൊട്ടാൽ കൈ പൊള്ളുമെന്ന് ആദ്യം ആർക്കും അറിയത്തില്ല. ഞാൻ കൈ പൊള്ളുമെന്ന് പറയാൻ കാരണം, പ്രൈവറ്റ് ലാൻഡിൽ നിന്നോ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ നിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്ക്, റൗണ്ട് ബോട്ട്സ്, റോഡ് സൈഡ്സ് അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഗാർഡനിൽ നിന്നൊക്കെ പെർമിഷൻ ഇല്ലാതെ ഈ പൂ പറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 1968 തെഫ്റ്റ് ആക്ട് പ്രകാരവും 1981 വൈൽഡ് ലൈഫ് ആൻഡ് കൺട്രി സൈഡ് ആക്ട് പ്രകാരവും 5000 പൗണ്ടും 6 മാസം വരെ ജയിൽ ശിക്ഷ കിട്ടാം. പാർക്കിലൊക്കെ പോകുമ്പോൾ പിള്ളേർ പറിച്ചാലും പേരൻസാണ് അതിന് ഉത്തരവാദി. ഈ രോയിൽ പെടുന്ന നമ്മൾ മിക്കവാറും കാണുന്ന വേറെ ചില ഫ്ലവേഴ്സാണ് ബ്ലൂ ബെൽസ്, സ്നോ ഡ്രോപ്സ്, പിന്നെ പ്രിംറോസസ് എന്നൊക്കെ പറയുന്ന ഫ്ലവേഴ്സ്. ഞാനത് ചുമ്മാ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡെയിലി മെയിൽ ന്യൂസ് പേപ്പറിലും, സൺ ന്യൂസ് പേപ്പറിലും, അതുപോലെ തന്നെ ദ ഗാർഡിയനിലും, അതുപോലെ തന്നെ ടെലഗ്രാഫ് ന്യൂസ് പേപ്പറിലും ഒക്കെ ഇതിനെപ്പറ്റി ആർട്ടിക്കിൾ വന്നിട്ടുള്ളതാണ്. ഇത് അതുപോലെ തന്നെ ഏതൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചാണ്, അതായത് 20 ഫ്ലവറിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം പറിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന്. പക്ഷേ പറിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഡാഫോഡിൽസ് പറിച്ചു കഴിഞ്ഞാൽ ഇതിന് പോയിസണസ് എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിലുള്ള ടോക്സിക് കോമ്പണൻസ് സ്കിൻ ഇറിറ്റേഷനും പിന്നെ ഡാഫോഡിൽസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കഴിച്ചു പോയി കഴിഞ്ഞാൽ ഛർദിയും തലകറക്കമൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പിള്ളേർ ഈ പൂ പറിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ഇപ്പം ഒരു സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഡാഫോഡിൽസ് എവിടെ നോക്കി കഴിഞ്ഞാലും കാണാം.